Welcome to Quantum Mechanics, part 45. കുറച്ച് ചോദ്യങ്ങൾ കാണാം. Show that wavelength of electromagnetic radiation is equal to d Broglie wavelength of its photon. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ യഥാർത്ഥ വേവ് ലെങ്ത് അതിൻ്റെ ഒരു ഫോട്ടോണിൻ്റെ ഡി ബ്രോഫ് വേവ് ലെങ്തിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യുക. വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ലാംഡ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ഫ്രീക്വൻസി സി ബൈ ന്യൂ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഇതതിൻ്റെ യഥാർത്ഥ വേവ് ലെങ്ത്. ഇനി എനർജി ഓഫ് റേഡിയേഷൻ, ഒരു ഫോട്ടോൺ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ E equals h nu. That is Einstein equation അനുസരിച്ച് this is E equals h nu equals mc square. ഇക്വേഷനെ c കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ E by c എന്ന് പറഞ്ഞാൽ എം സി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റമാണ്. അപ്പോൾ ചുരുക്കത്തിൽ E by c ആ മൊമെൻ്റ്. എനർജിയെ c കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മൊമെൻറ്റം കിട്ടും. ഇത് ഓർത്തിരുന്ന് കൊള്ളുക. ഓർ ഇറ്റ് ഈസ് h nu by c. E is h nu by c. D Broglie wavelength lambda equals lambda h by p, h by momentum. That is lambda d Broglie equals h by p. P is h nu by c. പലതിൽ അത് h ക്യാൻസൽ ചെയ്യുമ്പോൾ c by nu എന്ന് വരും. ഇക്വേഷൻ 2. ഇക്വേഷൻ 1ഉം കിട്ടിയത് ലാംഡ ഇസ് സി ബൈ ന്യൂ. ഇക്വേഷൻ 2 കിട്ടിയത് ലാംഡ ഡി ബ്രോഫ് ഈക്വൽസ് സി ബൈ ന്യൂ. ദാറ്റ് മീൻസ് വേവ് ലെങ്ത് ഓഫ് ദി എം വേവ് ഇസ് ഈക്വൽ ടു ഡി ബ്രോഫ് വേവ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഫോട്ടോൺ. ദാറ്റ് ഈസ് ദി ആൻസർ. സിമ്പിൾ. വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ. നെക്സ്റ്റ് വൺ. Prove that a free electron cannot absorb or emit a photon. ആറ്റത്തിലെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന് അത് ഓർബിറ്റ് മാറുമ്പോൾ എനർജി റേഡിയേഷനോ അബ്സോർപ്ഷനോ നടക്കാം. പക്ഷേ ഫ്രീ ഇലക്ട്രോൺ ഒറ്റയ്ക്ക് ഇത് ഫ്രീ ആയിട്ട് സ്പേസിൽ കൂടെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ it cannot absorb photon energy, or it cannot emit a photon എന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഫ്രീ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി v1 എന്നിരിക്കട്ടെ, ഇതൊരു ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ വെലോസിറ്റി ഒന്ന് മാറും, v2 എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എനർജി കൺസർവേഷൻ എഴുതാം. എച്ച് ന്യൂ ആണ് കൊടുത്ത എനർജി. ഫോട്ടോൺ അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിന് കിട്ടുന്ന എനർജി എച്ച് ന്യൂ. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഹാഫ് എം v2 സ്ക്വയർ മൈനസ് ഹാഫ് എം v1 സ്ക്വയർ, ഓർ ദാറ്റ് ഈസ് ഹാഫ് എം v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അത് എനർജി കൺസർവേഷൻ ഇക്വേഷനാണ്. ഇനിയും ഈ എച്ച് ന്യൂ എന്ന് പറഞ്ഞാൽ ന്യൂ ഈസ് സി ബൈ ലാംഡ. അപ്പോൾ എച്ച് സി ബൈ ലാംഡ ഈക്വൽസ് ഹാഫ് എം v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ. അത് ഇക്വേഷൻ ഒന്നിരിക്കട്ടെ. ഇനി മൊമെൻറ്റം കൺസേർഡ് ആയിരിക്കണം. ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ മൊമെൻറ്റം എച്ച് ബൈ ന്യൂ അത് മുഴുവൻ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത്രയും മൊമെൻറ്റം ഇലക്ട്രോണിൻ്റെ ഇൻക്രീസ് ഇൻ മൊമെൻറ്റമായിട്ട് മാറണം. ഫൈനൽ മൊമെൻ്റ് mv2, ഇനിഷ്യൽ മൊമെൻ്റ് mv1. ഇപ്പോൾ ഇൻക്രീസ് ഇൻ മൊമെൻ്റം ഈസ് mv2 മൈനസ് mv1. ദറ്റ് ഈസ് എച്ച് ബൈ ലാംഡ ഈക്വൽസ് mv2 മൈനസ് mv1, ഓർ m ഇൻറ്റു v2 മൈനസ് v1. ഇതെടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് ബൈ ലാംഡ ഇതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ യു ഗെറ്റ് c ഇൻറ്റു h by lambda. H by lambda is m into v2 minus v1 equals half m into v2 square minus v1 square. m അങ്ങ് ക്യാൻസൽ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2c into v2 minus v1 equals ഈ v2 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ എന്നുള്ള v2 പ്ലസ് v1 into v2 മൈനസ് v1 എന്ന് എഴുതാമല്ലോ.
അതിലൊരു V2 മൈനസ് V1 ക്യാൻസൽ ചെയ്യാൻ പോയിട്ട് V2 പ്ലസ് V1 ഈക്വൽസ് 2C എന്ന് കിട്ടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുന്ന ഫോട്ടോൺ അബ്സോർബ് ചെയ്യുന്നതിന് മുമ്പ് അത് അട്രസ്റ്റിലായിരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ V1 0 എങ്കിൽ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള വെലോസിറ്റി V2 ബിക്കംസ് 2C. ലൈറ്റിൻ്റെ ഡബിൾ വെലോസിറ്റി ഇലക്ട്രോണിന് കിട്ടുന്നു എന്നാണ് റിസൾട്ട് വരുന്നത്. ദറ്റ് ഈസ് ഇംപോസിബിൾ. മാക്സിമം പെർമിസിബിൾ വെലോസിറ്റി ഓഫ് എ മെറ്റീരിയൽ പാർട്ടിക്കിൾ ഈസ് C. ഇതിപ്പോൾ 2C കിട്ടുന്നെന്നാണ് റിസൾട്ട് വരുന്നത്. ഇത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ദാറ്റ് മീൻസ് ഫ്രീ ഇലക്ട്രോൺ കനോട്ട് അബ്സോർബ് എ ഫോട്ടോ കംപ്ലീറ്റ്ലി. ഇത് ആർഗ്യുമെൻറ്റ് ഉപയോഗിച്ച് യൂസിങ് ദി സിമിലർ ആർഗ്യുമെൻറ്റ് യു ക്യാൻ പ്രൂവ് ദാറ്റ് ഇറ്റ് കനോട്ട് എമിറ്റ് എ ഫോട്ടോ. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. പരീക്ഷയ്ക്ക് അത് ചെയ്യണമെന്നില്ല. ഇത് ഒരെണ്ണം ചെയ്തിട്ട് നീ പറഞ്ഞു കൊടുത്താൽ മതി. Next one. Calculate the orbital frequency of the electron in hydrogen atom based on Bohr postulates. Show that if the electron makes a transition from n equals n2 to n equals n1 with n2 minus n1 equals 1, then the frequency nu of the emitted radiation is intermediate between the frequencies of the orbital revolution in these two states. അതായത് ഓർബൈറ്റൽ ഫ്രീക്വൻസിക്കുള്ള ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിൽ കറങ്ങുമ്പോഴുള്ള ഫ്രീക്വൻസിക്കുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യാം. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഹൈഡ്രജൻ ആറ്റം ആകുമ്പോൾ പ്രോട്ടോൺ ആ ന്യൂക്ലിയസ്, അപ്പോൾ ചാർജ് E, പിന്നെ ഒരു ഇലക്ട്രോൺ, അത് തമ്മിലുള്ള ഫോഴ്സാണെന്നല്ലേ വരുന്നത്. ഇസഡ് 1 ഇവിടെ. സെൻട്രിപെറ്റൽ ഫോഴ്സ് mr ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. mv²/r പകരം mr ഒമേഗ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q1 Q2 E²/r². ഇവിടുന്ന് ഒമേഗ സ്ക്വയർ ഈസ് 1/4πε0 ഇൻറ്റു E²/mr³ എന്ന് വരും. ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യുക. ഈ r എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഒമേഗ റേസ് ടു 4 ഈക്വൽസ് 1/16π² ε0² ഇൻറ്റു E⁴m²r⁶. ദറ്റ് ഈസ് ഇക്വേഷൻ 1. ഇനി ബോറിൻ്റെ പോസ്റ്റുലേറ്റ് ഉപയോഗിക്കുക. ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ns/2π. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ i ഒമേഗ. ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർജി mr². mr² ഇൻറ്റു ഒമേഗ. ഇങ്ങനെ എഴുതാം. ആംഗുലർ mvr എന്നുള്ളതിന് പകരം mr² ഒമേഗ i ഒമേഗ ഈക്വൽസ് ns/2π. ഇവിടുന്ന് ഒമേഗ സ്ക്വയർ എടുക്കുക. ഇവിടുന്ന് ഒമേഗ എടുക്കുക. ഒമേഗ ഈസ് nh/2πmr². ഇവിടെ r⁶ ഉണ്ട്. ഇവിടെ r² ഉള്ളൂ. അപ്പോൾ r എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ അങ്ങ് ക്യൂബ് ചെയ്യുക. അപ്പോൾ ഒമേഗ ക്യൂബ് ഈക്വൽസ് n³ (8π³ m³ r⁻³ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ω⁴/ω³ എന്ന് പറഞ്ഞാൽ ഒമേഗ. ബാക്കി ഡിവൈഡ് ചെയ്യുമ്പം πm e⁴/2 ε0² h³ എന്ന് വരും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു f. 2π ഫ്രീക്വൻസിയാണ്. അപ്പോൾ f ഈക്വൽ 2π സിംപ്ലിഫൈ ചെയ്യുമ്പോൾ f nth ഓർബിറ്റിലെ ഫ്രീക്വൻസി fn, ഇലക്ട്രോൺ കറങ്ങുന്ന ഫ്രീക്വൻസി ഓർബൈറ്റൽ ഫ്രീക്വൻസി fn ഈക്വൽസ് ഈ കിട്ടിയത് /2π. Then you get it as m e⁴/4 ε0² h³n³. ഇതിൽ ഈ n³ ഒഴിച്ച് ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ കോൺസ്റ്റൻസ് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6.63 × 10⁻15 ഡിവൈഡഡ് ബൈ n³ എന്ന് വരും. യു ക്യാൻ ബൈ ഹാർട്ട് ചെയ്താൽ ഇത് അത്രയും ഹെഡ്സ്. എങ്കിൽ n+1 ഓർബിറ്റിൽ ഇത് n1 ഓർബിറ്റ്
തൊട്ടടുത്ത n2 മൈനസ് n1 1 ആയിക്കണമെന്നാണ്. തൊട്ടടുത്ത ഓർബിറ്റിലെ ഫ്രീക്വൻസി Fn+1 6.63 × 10⁻15 ഡിവൈഡഡ് ബൈ n+1⁻3. ഇനി ക്വാണ്ടം റൂൾ അനുസരിച്ച്, ബോറിൻ്റെ ക്വാണ്ടം റൂൾ അനുസരിച്ച് h nu is equal to E2 minus E1. ഇവിടെ E2 എന്ന് പറഞ്ഞ ഇലക്ട്രോൺ വോൾട്ടിൽ പറഞ്ഞിട്ടുണ്ട് E equals -13.6 by n² എന്നാണ് എൻഡ് ഓർബിറ്റിൻ്റെ എനർജി. അപ്പോൾ E2 മൈനസ് E1 ഇലക്ട്രോൺ വോൾട്ടിൽ എഴുതുമ്പോൾ വേണ്ട പോലെ സിംപ്ലിഫൈ ചെയ്താൽ 13.6 ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്ന് വരും. ഇത് ഇലക്ട്രോൺ വോൾട്ടില്ല, ഇത് ജൂൾ h nu. പക്ഷേ ഇത് ഇലക്ട്രോൺ വോൾട്ടാണ്. ജൂളിന് ഇലക്ട്രോൺ വോൾട്ടാകാൻ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് അറിയാമല്ലോ. അപ്പോൾ h/E ആണ് ഈ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ന്യൂ കണ്ടുപിടിക്കാം. ന്യൂ ഇസ് ഈക്വൽ ടു E/H ഇൻറ്റു ദിസ് മച്ച്. ഈ വെച്ചൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് 3.3 × 10⁻15 ഇൻറ്റു 1/n² മൈനസ് 1/n+1². അപ്പോൾ ഇനി നമുക്ക് F1 F2 n ഈക്വൽസ് 1 എന്നെടുക്കുക, n1 ഈക്വൽസ് 1 എന്നെടുക്കുന്നു, n2 ഈക്വൽസ് 2 എന്നങ്ങ് എടുത്തോണം. അങ്ങനെ എടുക്കുമ്പോൾ ആദ്യത്തെ ഫോർമുലയിൽ നിന്ന് F1 യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6.63 × 10⁻15 ഹെർട്സ് വരും. ദാറ്റ് ബൈ n³ എന്നാണ്. അപ്പോൾ 1³ F2 എന്ന് പറയുമ്പോൾ 6.63 × 10⁻15 by 2³ ഇത് 1.66 × 10⁻15 ഹെർട്സ് എന്ന് വരും. ഇവിടെ നിന്ന് ന്യൂ കണ്ടുപിടിക്കാം. n1 1ഉം n2 2 എന്ന് ഇട്ട് കൊടുത്തിട്ട് ന്യൂ കണ്ടുപിടിക്കാം. ട്രാൻസിഷൻ നടത്തുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ന്യൂ ഈക്വൽസ് 3.363 × 10⁻15 × 1/1² മൈനസ് 1/2². അപ്പോൾ നമുക്ക് കിട്ടുന്ന 2.48 × 10⁻15 ഹെർട്സ് എന്ന. ഇത് F1 F2 ഇടയ്ക്കല്ലേ, ഇൻ്റർമീഡിയറ്റ് ആണല്ലോ. 6.63ക്കും 1.66 ഇടയ്ക്കാണ് ഈ വാല്യൂ. സബ്സ്ക്രൈബ് ചെയ്ത് അത് റെഗുലറായിട്ട് കാണാൻ ശ്രമിക്കുക. താങ്ക് യു.